ഹലോ ഗൈസ്, നിങ്ങൾ എത്ര ആൾക്കാർ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ എനിക്ക് കുറച്ച് കളർ തരണേ, എനിക്ക് കുറച്ച് മുടി തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാർ എൻ്റെ സ്കിൻ ടോൺ പറഞ്ഞിട്ടാണ് എന്നെ മെയിനായിട്ട് അന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നത്. കാക്ക വിളിച്ചാൽ കൊക്കാകില്ല എന്നുള്ള പല സാധനവും ഞാൻ അന്ന് ആ ചെറിയ പ്രായത്തിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എല്ലാം തരുന്ന ഭഗവാനോട് എനിക്ക് കുറച്ച് കളറ് തരണേ, കുറച്ച് മുടി തരണേ, കുറച്ച് ഭംഗി തരണേ എന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രായം കൂടി വരുന്നതിനനുസരിച്ച് പ്രോബ്ലംസിൻ്റെ ഡെപ്തും കൂടി വന്നു കേട്ടോ. ലിപ്സ്റ്റിക് ഇടുന്ന കുട്ടികളൊക്കെ കുടുംബത്തെ പറക്കാത്തതാണ്. എത്ര ആളുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ മേക്കപ്പ് കിട്ടാൻ ആരെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് എന്നിങ്ങനെയുള്ള പറച്ചിലുകളായി. അതും സർവൈവ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഇവളൊക്കെ എന്തായാലും ഒളിച്ചോടി പോയി കല്യാണം കഴിക്കൂ, ഇല്ലെങ്കിൽ നോക്കിക്കോ എന്നുള്ള ടോക്കായി. ഇഷ്ടപ്പെട്ട പോലെ ഒരു ഡ്രസ്സ് ഇടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനൊരു മേക്കപ്പ് ഇട്ടതുകൊണ്ടോ നമ്മൾ ചീത്ത കുട്ടികളാവോ? കാലങ്ങൾക്കിപ്പുറം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പിനല്ലായിരുന്നു പ്രശ്നം, അവരുടെ ചിന്താഗതിക്കായിരുന്നു. പറഞ്ഞവരുടെ മക്കള് ഇന്ന് അതിലും മോശമായ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്താ അവര് കുടുംബത്തെ പറഞ്ഞല്ലേ ഒളിച്ചോടി പോകുന്ന പറഞ്ഞ ആൾക്കാരെ മക്കളേക്ക് അതിൽ മോശമായ അവസ്ഥയെ പിടിച്ചിട്ടുമുണ്ട്. പറയാനുള്ളവർ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയും നമ്മൾ നമ്മളെ ഇഷ്ടത്തിനൊന്നും മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. ഒരമ്മ ആയതുകൊണ്ടോ ഭാര്യ ആയതുകൊണ്ടോ നമ്മളെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വയ്ക്കണ്ട. നമ്മളെ ഭംഗി നമ്മളെ മനസ്സിലാണ്, നമ്മുടെ സ്വഭാവത്തിലാണ് എന്നുള്ളത് മാത്രം ഉൾക്കൊള്ളുക. കാരണം ഇത് നമ്മുടെ ലൈഫാണ്. മറ്റുള്ളവരുടെ മക്കൾക്ക് ഗർഭകഥ ഉണ്ടാക്കാനും ഇല്ലാത്ത സ്റ്റോറികൾ മെനഞ്ഞുണ്ടാക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവരെ വീട്ടിൽ നടക്കുന്നത് എന്താന്നേ ഇവർക്ക് പോലും അറിയില്ല. നമ്മൾ കുറ്റവും കുറവും ഒക്കെ കണ്ടെത്താനും നമ്മൾ മാക്സിമം ചവിട്ടിത്താത്താനും ആണ് ഈ പറഞ്ഞ കൂട്ടര് ശ്രമിക്കുക. അപ്പോൾ ബി യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്. നിങ്ങളെ കളറോ നിങ്ങളെ ഭംഗിയോ നിങ്ങളെ തടിയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കംഫർട്ടബിൾ ആണോ അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ മുന്നേ പറഞ്ഞ ചില കൂട്ടരില്ലേ, അവർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും അവരുടെ മനസ്സ് ഭയങ്കര വികൃതമായിരിക്കും. അങ്ങനെ പറഞ്ഞ് ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഔട്ട്ഫിറ്റ് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി പോവുകയാണ്. പറഞ്ഞതൊക്കെ മനസ്സിലിരിക്കട്ടെ. See you in next video. Bye.